മച്ചന്മാരെ ഇഷ്ടം പോലെ മീനുകളുള്ള ഒരു തീപ്പൊരി സ്പോട്ടിലാണ് നമ്മൾ വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത്. നല്ല ചിമിട്ട കുറുവുകളും അതുപോലെ തന്നെ കരിമീനുകളും സിലോപ്പിയൊക്കെ ഉള്ള സ്പോട്ടാണിത്. ബെയ്റ്റായിട്ട് മൈദ, തിരി, വാഴയുടെ എസൻസ്, പഞ്ചസാര പൊടിച്ചത്, ഏലക്ക പൊടിച്ചതൊക്കെ ചേർത്ത നല്ല ബെയ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളതങ്ങ് ഇട്ട് കൊടുത്താൽ ഓക്കെ കേസാണ്. കുറുവുകൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറന്ന് വന്നോളും ബെയ്റ്റ് എടുക്കാനായിട്ട്. നമ്മൾ നല്ലൊരു വലി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഫ്ലോട്ട് ശരിക്കും നിരീക്ഷണം നിൽക്കുന്നത്. ഫ്ലോട്ട് അവന്മാർ അടിച്ച് താത്തിക്കൊണ്ട് പോകുന്ന നിമിഷം തന്നെ നല്ലൊരു ഹുക്കപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ കേസാണ്. മീൻ എങ്ങും പോകത്തില്ല. നല്ല ഷാർപ്പ് കുളത്തുകളാണ് ഇട്ടിരിക്കുന്നത്, കരിമീനൊക്കെ പറ്റിയത്. ഇപ്പോൾ നമ്മുടെ ബെയ്റ്റ് മീൻ കൊത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. മീനിൻ്റെ സാന്നിധ്യം ശരിക്കും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ബെയ്റ്റ് കോർത്ത് അവിടെ തന്നെ ഇടാനായിട്ട് പോവുകയാണ്. പെട്ടെന്ന് ബെയ്റ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് മീനുകളൊന്നും മാറത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമുക്ക് ഒരു വട്ടം മിസ്സായാലും നമുക്ക് അടുത്തവനെ അവിടെ നിന്ന് പൊക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബെയ്റ്റ് ഇട്ടിട്ട് വെയിറ്റിങ്ങിലാണ്. ഏത് സെക്കൻഡ് വേണമെങ്കിലും അടി വീഴാം. അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ നല്ലൊരു കുത്തി കിട്ടി കഴിഞ്ഞാൽ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ഫുൾ സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ഫ്ലോട്ട് ശരിക്കും ഒന്ന് അടിച്ച് താത്തി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ഒരു ഹുക്കപ്പ് അടിച്ചു. ജസ്റ്റ് മിസ്. നല്ലൊരു മീനായിരുന്നു. നമുക്ക് മിക്കവാറും ഇപ്പം തന്നെ മീൻ കയറാൻ ചാൻസ് ഉണ്ട്. എല്ലാ സാധ്യതയും തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളടുത്ത ബെയ്റ്റ് സമയം ഒട്ടും പാഴാക്കാതെ ചെറിയൊരുണ്ട ഇട്ടാൽ മതി. അധികം വലിയതായിട്ടൊന്നും ഇടേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഇട്ട് കൊടുക്കാം. മീനുകൾ ശരിക്കും നല്ല കൊത്താണ്. മച്ചന്മാരെ, നല്ല കൊത്താണ്. ഇപ്പം തന്നെ മിക്കവാറും ഒരു പട സൈസ് മീൻ കയറാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട് ഇവിടുന്ന്. നമുക്ക് നോക്കാം. മീനുകൾ ഇതുപോലെ ആക്ടിവിറ്റി കാണിക്കുന്ന സമയത്ത് മാക്സിമം മീനുകളെ എത്രയും പെട്ടെന്ന് പിടിച്ചെടുക്കാനുള്ള പണി നോക്കണം നമ്മൾ. അവിടെ തന്നെ വെയിറ്റ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പട സൈസ് മീനുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും പാഴാക്കാണ്ട് അടുത്ത ബെയ്റ്റ് ഇറക്കാം. എന്തായാലും കുറുവകളുടെ ഒരു കൂട്ടം തന്നെ അവിടെ വന്നിട്ടുണ്ട്. അത് ഈ ബെയ്റ്റ് ഒരു സ്ഥലത്ത് തന്നെ വീണതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ബെയ്റ്റ് വീഴുകയാണെങ്കിൽ മീനുകൾ അവിടെ നിന്ന് മാറത്തില്ല, മാറാണ്ട് നിന്നോളും. നമുക്ക് ഇവന്മാരെ പിടിച്ചെടുക്കാനും എളുപ്പമുണ്ടാവും. നമ്മൾ അവിടെ തന്നെ വീണ്ടും ബെയ്റ്റ് ഇറക്കിയിരിക്കുകയാണ്. ഒരു തീപാറ സ്ട്രൈക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ നമ്മൾ ചൂണ്ടയിൽ പ്രതീക്ഷിക്കാം. ഫ്ലോട്ട് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഹുക്കപ്പ് കൊടുക്കാനായിട്ട്. വെയിറ്റ് എടുത്താലൊന്ന് ഓടാൻ വേണ്ടി അടിച്ചു. ജസ്റ്റ് ഒന്ന് ഹുക്കപ്പ് കൊടുക്കാൻ വയ്യ, അപ്പോഴത്തേനും അവന്മാർ അടിച്ചിട്ട് പോവാണ്. എന്തായാലും നമുക്ക് അവനെ പൊക്കാം.